മണിക്കൂർ കുത്തിരുന്ന് പഠിച്ചിട്ടും 600+ നീറ്റ് മോക്ക് ടെസ്റ്റിന് സ്കോർ കയറാത്തവരാണ് നിങ്ങളെങ്കിൽ ലെറ്റ് മീ ഷെയർ ഷോർട്ട് കട്ട് വിത്ത് യു. ഈ കുട്ടികൾ എന്തായാലും ഈ വീഡിയോ കാണണം. ഉറപ്പാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ പറഞ്ഞ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 600+ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഹായ്, ഐ എം അഫ്ര മുജീബ്, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് നിങ്ങളുടെ കയ്യിൽ ഫോർമുല നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്? നിങ്ങളുടെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ മൊത്തത്തിൽ ഒരു ഫോർമുലയേ ഉള്ളൂ, ജസ്റ്റ് വൺ ഫോർമുല. അത് പറഞ്ഞാൽ ഫോർമുല നോട്ടാ. ഫോർമുല നോട്ട്, ഇക്വേഷൻ ബുക്ക് എന്നൊക്കെ പല ആൾക്കാരും പല പേരിട്ട് വിളിക്കും. പക്ഷെ അതില്ലാത്തൊരാളാണ്, അതില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളെ സ്കോർ ഇപ്പോൾ ഒരു പക്ഷേ 500 റേഞ്ചിൻ്റെ അടിയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഏതൊരു സ്റ്റുഡൻറ്റും 600+ നീറ്റ് മോക്ക് ടെസ്റ്റിന് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഫോർമുല നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫോർമുല നോട്ട് ഉണ്ടാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ സാമ്പിൾസ് ഒക്കെ ഇവിടെ കാണിച്ചു തരാം. എന്തൊക്കെ സ്പെസിഫിക് ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ളതും പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിലും ഒരു സ്പൈറൽ നോട്ട്ബുക്ക് വാങ്ങിക്കുക. അത്യാവശ്യം പേജസ് വേണം കേട്ടോ. നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടിനും വേറെ വേറെ നോട്ട് വേണമെന്നില്ലല്ലോ. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും രണ്ടും ഒരു നോട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പൈറൽ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്ക്, നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു ബുക്കായിരിക്കണം കയ്യിലുണ്ടാവേണ്ടത്. ഒരു സാധാ നോട്ട്ബുക്ക് ആവുന്ന സമയത്ത് അത് വേഗം ബെൻഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ചട്ടയുള്ള ബുക്ക് വാങ്ങിക്കുക. എൻ്റെത് ഒരു സ്പൈറൽ നോട്ടായിരുന്നു. ആ സ്പൈറൽ നോട്ടിന് പിക്ചർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ ഞാൻ ലിങ്കും കൊടുക്കുക. അത് നിങ്ങൾക്ക് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഫോർമുല നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്ത് എഴുതാൻ തുടങ്ങട്ടെ. ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടി സഹായിക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഇതിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് കാണുന്നതാണ്, നിങ്ങൾ ഓൺലൈൻ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, ഓഫ്ലൈൻ പഠിക്കുന്ന സ്റ്റുഡൻസും ഉണ്ടാവുമല്ലോ. അതിൽ ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ഓൺലൈൻ സ്റ്റുഡൻസും ഉണ്ടാവും. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സാറുമാർ ഒരു പ്രത്യേക നോട്ട് തരുമല്ലേ, അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടാവും. ലെക്ചർ നോട്ട്സ് പോലെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഫിസിക്സിനും കെമിസ്ട്രിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഫിസിക്സിൽ കുറേ ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് അവിടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാനില്ല, അല്ല ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതിൽ ഏത് ഇക്വേഷനാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്തു, നമ്മൾ ആൻസർ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അത് ആ പ്രോസസ്സ് ഒരു മിനിറ്റിൽ നമ്മൾ തീർക്കണം. അങ്ങനെയാണ് നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്ന ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ നോട്ട്സ്, നിങ്ങൾ എഴുതുന്ന നോട്ട്സ് ഇല്ലേ, അതിൽ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഈ ഫോർമുല നോട്ടിലേക്ക് എഴുതിയെടുത്താൽ മതി. ആ ഇക്വേഷൻ എവിടെ യൂസ് ചെയ്യുന്നത് അത് മാത്രം എഴുതിയെടുക്കുക. ഇപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നു, ഫോഴ്സ് ഫിസിക്കൽ F = ma എന്നുള്ള ഇക്വേഷൻ ഉണ്ടാവും. അല്ലാതെ തന്നെ വേറെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇക്വേഷൻസും അവിടെ എഴുതി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഫോർമുല നോട്ട് ബിൽഡ് ചെയ്യേണ്ടത്. എല്ലാ സെൻറ്റൻസും എഴുതിയെടുക്കലല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം എഴുതിയെടുക്കുക. അത് കളർ പെൻസ് യൂസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നോക്കുമ്പം ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഞാൻ എഴുതിയ ഫോർമുല ബുക്കിലൊരു പേജാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഴുതി ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം F = G(m1m2/r²) എന്ന് പറഞ്ഞുള്ളതാണ് ബേസിക് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ G എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നുള്ള ജീൻ്റെ വാല്യൂ ഇവിടെ എഴുതി. അപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് മനസ്സിലായി, ഓക്കെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, ജീൻ്റെ വാല്യൂ ഇതാണെന്ന് മനസ്സിലായി. ഒരു സമയത്ത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ട ഒരു അസേർഷൻ റീസണിൻ്റെ ഒരു ക്വസ്റ്റ്യന് ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ അതിൽ ഈ 3 പോയിൻറ്റ്സാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടിരുന്നത്. അതും ഞാൻ ഇതിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇതൊക്കെ മീൻസ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്, ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി. സ്ഫിയറും ഷെല്ലൊക്കെ വരുമ്പോഴുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഇതിൽ എഴുതിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഹൈറ്റ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് വേരിയേഷൻ ഓഫ് G വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുത്തു. അപ്പോൾ നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഇക്വേഷൻസ് ഒക്കെ ഞാൻ മാക്സിമം ഇതിൽ എഴുതിയെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ നോക്കുക, ഇത് വിത്ത് ഡെപ്ത്തുള്ളത് എഴുതിയിട്ടുണ്ട്, റൊട്ടേഷൻ്റെ എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോന്നും നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഇക്വേഷൻസും ഈ ബുക്കിൽ എന്തായാലും ഉണ്ടാവണം. പിന്നെ ഗ്രാഫ് നോക്കൂ, എപ്പോഴും ഞാൻ എക്സാമിന് തെറ്റിക്കുന്നതാണ് കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സാറ്റലൈറ്റ്സിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ്, കെപ്ലർ ലോയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന രീതിയിൽ എസ്കേപ്പ് വെലോസിറ്റിയിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്ന് തെറ്റിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിവിടെ ഇങ്ങനെ ഓരോ പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതി വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് നിങ്ങളൊരു എക്സാം എഴുതുന്ന സമയത്ത് അതിൽ നെക്സ്റ്റ് ടൈം ഇത് എഴുതുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക.
ഒരു നീറ്റ് ക്രാക്ക് ചെയ്ത എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ ഇക്വേഷൻ ബുക്ക് ഫോർമുല നോട്ട് പറഞ്ഞ സംഭവം ഉണ്ട്. നിങ്ങളത് ഭയങ്കര ചെറുതായിട്ട് കാണുകയാണെങ്കിൽ പോലും അത് നമ്മൾ എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് റിയൽ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് വരെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു നോട്ടാണ് ഫോർമുല നോട്ട്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം എഴുതിയെടുക്കുക. ഏതൊരു ചാപ്റ്ററിനും മാക്സിമം 2-3 പേജ് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ ബുക്കാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിൽ 3 പേജൊക്കെ ഉണ്ടാവും. 3 പേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെഫർ ചെയ്യാൻ, ഇങ്ങനെ പോയിന്റ്സ് ഇട്ടിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും 3 പേജസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് പോലെ കുറേ ഉണ്ടാക്കുന്നത്. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റൻസും ഡെഫിനിഷൻസും ഒക്കെ എഴുതി വെക്കും. അതൊന്നും വേണ്ട, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം എഴുതി വെക്കുക. എടുത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് 3 പേജിലേക്ക് ഒതുക്കിയിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. എല്ലപ്പോഴും ഫോർമുല നോട്ടിൻ്റെ ലാസ്റ്റ് നിങ്ങളൊരു ചാപ്റ്റർ എഴുതി കഴിഞ്ഞിട്ട് 3 പേജിൽ എഴുതിയല്ലോ, അതിനടിയിൽ ചെറിയൊരു സ്പേസ് എങ്കിലും വിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് കിട്ടിയ സമയത്തായിരിക്കും നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ മാറ്റി എഴുതിയെടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷേ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പുതിയ ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. പുതിയ ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾ അറിയാത്ത കോൺസെപ്റ്റ് അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും എക്സാമിന് ചോദിച്ച കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ഇക്വേഷൻസും കൂടി എഴുതിയെടുക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ വിട്ടുവെക്കണം. ഈ സ്പേസ് വിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നെ നിങ്ങൾ എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് പുതിയ ക്വസ്റ്റ്യൻ കണ്ടു, അതിന് ഇക്വേഷൻ നിങ്ങൾക്ക് മാറ്റി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 3 പേജും അതിൻ്റെ അടിയിൽ ചെറിയൊരു സ്പേസും കൂടെ വിട്ട് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് ഫിസിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫിസിക്സിലാണല്ലോ നമുക്ക് കൂടുതൽ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. കെമിസ്ട്രീൻ്റെ കേസിൽ പോകുന്ന സമയത്ത് കെമിസ്ട്രിയിലും ഇലക്ട്രോ കെമിസ്ട്രി സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞ ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ മാറ്റി എഴുതിയെടുക്കുക. എവിടേക്കാണ് മൊളാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, DNF ബ്ലോക്സ് P ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് അതിൽ കുറേ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ സിലബസിൽ കുറേ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർഡർ ഒക്കെ പഠിക്കാനുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബോകാറ്ററിൻ്റെ ഓർഡർ ഒക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കോഡ് ആ ഇക്വേഷൻ ബുക്കിൽ എഴുതി വെക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ കുറേ കാണാതെ പഠിക്കാനുള്ള സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കോഡാണ് ഉണ്ടാക്കി വെച്ചത്. മറ്റൊരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുന്ന കോഡ്, അതാ നിങ്ങൾക്ക് ഓർമ്മ വരിക. മറ്റേത് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കോഡ് പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കോഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡും കൂടെ ആ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമുല നോട്ട് എന്തായാലും ഉപകാരപ്പെടും. ശരിക്കുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയ ഫോർമുല നോട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ വേറൊരു ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ലാതെ എനിക്ക് നീറ്റ് പാസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എൻ്റെ ഫോർമുല നോട്ട് ഉണ്ടായിരുന്നത്. അത് അത്രയ്ക്കും വൃത്തിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലാണ് ഫുള്ള് ഫോർമുലാസ് എഴുതി വെച്ചത്. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ പെട്ടുപോയി കഴിഞ്ഞാലും എൻ്റെ എല്ലാ ഫോർമുല നോട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഫോർമുല നോട്ട് എപ്പോഴും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് അറിയാലോ, അതെടുത്ത് റിവൈസ് ചെയ്യണം. റിവിഷൻ്റെ സമയം എപ്പോഴാന്ന് വെച്ചാൽ ഡെയിലി രാവിലെ ഒരു 30 മിനിറ്റ് നിങ്ങൾ ആ ഫോർമുല നോട്ട് മറിച്ച് നോക്കാനുള്ള വേണ്ടി സമയം കൊടുക്കുക. ഡെയിലി ഇന്ന് 4 മാസമാണ് നിങ്ങൾക്കുള്ളത്. ഈ 4 മന്ത്സും നിങ്ങൾ രാവിലെ 30 മിനിറ്റ് ഈ ബുക്കൊന്ന് മറിച്ച് നോക്കാൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല നമ്മളെടുത്ത് നോക്കേണ്ടത്, 2-3-4 ചാപ്റ്റർ മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ആദ്യത്തെ ഒരു ദിവസം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി ടൈം എടുക്കാൻ മതി. ഒരു 1 വീക്കും ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് സ്ലോ ആവാൻ മതി. പക്ഷേ ഒരു 1 വീക്ക് കഴിഞ്ഞ് 2 വീക്സ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പേജസ് മറിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ രാവിലത്തെ 30 മിനിറ്റ് എന്തായാലും നിങ്ങൾ ഈ ഫോർമുല നോട്ട് വായിച്ചു കൊടുക്കാൻ നോക്കുക. നിങ്ങൾ എഴുതി വെച്ച കോഡും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഫോർമുല നോട്ട് എഴുതിയാൽ മാത്രം പോരാ, അത് റിവിഷനും വേണം. ഇക്വേഷൻ ബുക്കും ഫോർമുല നോട്ടൊന്നും ഇതുവരെ എഴുതാത്ത ഒരാളാണെങ്കിൽ അതിനുള്ള സാമ്പിൾസ് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലും എൻ്റെ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഫിസിക്സിനാണ് ഞാൻ മെയിനായിട്ട് ഫോർമുല നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി എനിക്ക് കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് ഞാൻ NCERT ബുക്കിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ സാമ്പിൾ വേണമെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം, അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനിയും കുറെ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമന്റ് ചെയ്യാം. നീറ്റ് ക്രാക്ക് ചെയ്യാൻ ശരിക്കും നമുക്ക് ഹാർഡ് വർക്ക് മാത്രമല്ല വേണ്ടത് കേട്ടോ, സ്മാർട്ട് വർക്കും കൂടെ വേണം. അത് ആദ്യം മനസ്സിലാക്കാം. നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും ആലോചിക്കുക, ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കുറേ നേരം കുത്തിരുന്ന് പഠിക്കുന്ന കുട്ടീനേക്കാളും മാർക്ക് ഉണ്ടാവുക ഒരു പക്ഷേ സ്മാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടിക്കായിരിക്കും. നോട്ട്സ് ഒക്കെ എഴുതി അത് വീണ്ടും റിവൈസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിക്കായിരിക്കും എന്തായാലും നീറ്റ് കിട്ടാൻ പോണത്. വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചാൽ
പഠിച്ചാൽ മതി. നിങ്ങളിപ്പോൾ +2 സ്റ്റേറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയ കുറേ പേരുണ്ടാവും നിങ്ങളുടെ ബാച്ചിലും നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടൊക്കെ കുറേ പേരുണ്ടാവും അല്ലേ. അവർക്കൊക്കെ ഒരു പക്ഷേ നീറ്റിന് പോകാനായിരിക്കും താല്പര്യം. കുറേ പേര് റിപ്പീറ്റിനൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈവൻ +2 ഫുൾ മാർക്ക് കിട്ടിയിട്ട് പോലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ പേര് എനിക്കറിയാം. അതെന്തുകൊണ്ടാണ്? നമുക്കൊരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കോൺസെപ്റ്റും തിയറിയും ഒക്കെ അറിയാം. പക്ഷെ അത് പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആലോചിക്കുക, +2 ഫുൾ മാർക്ക് കിട്ടിയെന്ന് വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പൊന്നുമില്ല. നീറ്റിന് വേറെ തന്നെ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പഠിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഫോർമുല നോട്ട് ഉണ്ടാക്കുക. ആലോചിക്കുക, ഫോർമുല നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 600+ സ്കോർ ചെയ്യൽ ഭയങ്കര പണിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അത്രക്കും അറിയണം. അപ്പോൾ നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് ഫോർമുല നോട്ടൊക്കെ ബിൽഡ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.